നമുക്കത് ഓർക്കാൻ പറ്റത്തില്ല. നിന്ന നിപ്പിൽ മൊത്തം കത്തിപ്പോവുക. ഒരു ചായ കുടിച്ചുകൊണ്ട് നിന്ന ആ കടയിൽ നിന്ന കംപ്ലീറ്റ് ആൾക്കാരും മരിക്കുകയാണ്. ഈ ആളി കത്തിക്കൊണ്ട് വരുന്നു. ഇലക്ട്രിസിറ്റി തീ പിടിച്ച എന്തോ ചെയ്യും. ഇനി എത്ര വർഷങ്ങളായെന്ന് പറഞ്ഞാലും ശരി തന്നെ ആ ഒരു വിഷയം മറക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് രക്ഷപ്പെടണ്ടായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. ആ സമയമായിരുന്നു ഇവിടെ ശവപ്പറമ്പ് തന്നെയായിരുന്നു ഇവിടെ കിടന്നത്. രക്തത്തിൽ കുളിച്ച് ആ ബോഡി ഏതാണോ അല്ലെങ്കിൽ ആ ബോഡിയുടെ തല ഏതാണോ എല്ലാം വേർപെട്ടു പോയി, കൈ കാലും എല്ലാം. 2016 ഏപ്രിൽ മാസം 10-ാം തീയതി ഞാനിപ്പോൾ ഉള്ള ഈ പുറ്റിങ്ങൽ ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത് കണ്ണുനീര് കൊണ്ടും നിലവിളികൾ കൊണ്ടും നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ആ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അന്ന് ഇവിടെ ഉണ്ടായ ഒരു വെടിക്കെട്ടപകട ദുരന്തത്തിൽ 110 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടാകുമ്പോൾ അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ പുറ്റിങ്ങലിലുള്ള ആളുകളെല്ലാം തന്നെ അന്നിവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു? എനിക്ക് ഈ ഭാഗത്തായിരുന്നു തോന്നുന്നു വെടിപ്പുരയും കാര്യങ്ങളല്ലേ? ഇവിടെ ഇതേ കണക്കൊരു അവിടുത്തെ അതേ കണക്കൊരു കമ്പപ്പുര ഇവിടെ ഉണ്ടായിരുന്നു. ഈ കമ്പപ്പുരയിൽ വെച്ചാണ് കമ്പപ്പുരയാണ് പൊട്ടിത്തെറിക്കുന്നത്. ആ സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട്. ഞാൻ അവിടെ ആ കൊട്ടാരത്തിൻ്റെ അടുത്ത് നിന്നാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ഓടി മാറിയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ രക്ഷപ്പെട്ടതാണ്. ജസ്റ്റ് ഓടി മാറിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. അത് കാരണം ആ വീട്ടിനോട് സൈഡിലായതുകൊണ്ട് അപ്പോൾ വീട്ടിൻ്റെ മറവിലോട്ട് ആവാൻ പറ്റി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഈ ആഘോഷങ്ങളെന്ന് പറയുന്നത് ഒരു നാടിൻ്റെ വികാരമാണ്. നാട് സമൂഹത്തിൻ്റെ ആ ഒരു നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു വികാരമാണ് ഉത്സവവും. ആ ഉത്സവത്തിനെ എത്രത്തോളം പ്രൗഢ ഗംഭീരമാക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ വികാരമാണ്, ആ പ്രദേശവാസികളുടെ വികാരമാണ്. ഉത്സവം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ഉത്തരവാദിത്വം. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വരുന്നത് ക്ഷേത്ര ഭാരവാഹികളുടെ കയ്യിലാണ്. അവരുടെ തലയിലാണ് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഈ നാട്ടുകാർ ഒന്നും പറയത്തില്ല, നേരെ തിരിച്ച് പറയും. ഈ ആഘോഷങ്ങൾ നടത്തിയില്ലെങ്കിൽ നാട്ടുകാർ പറയും, ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുവിധം ഭൂരിഭാഗം ആൾക്കാരും പറയും ആഘോഷം നടത്തിയില്ല, പാരമ്പര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന ഒരു ആഘോഷം അവർ വെട്ടിക്കുറച്ച് ചുരുക്കി നടത്തി, ഇതൊക്കെയാണ് പറഞ്ഞത്. അതേപോലെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയോടുകൂടി ആഘോഷങ്ങൾ നടത്തുക എന്നുള്ളത്. ആനയായാലും വെടിക്കെട്ടായാലും ഇതെല്ലാം ഈ ആനയൊക്കെ കൊണ്ടുവന്ന് നമ്മളുടെ ആഘോഷം നമുക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ആന അനുഭവിക്കുന്ന എന്തുമാത്രം മാനസിക ഇത് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾ ബോധവാന്മാരാ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും, അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ജനങ്ങൾ ബോധവാന്മാരാണ്. നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ള ജീവികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമുക്ക് സന്തോഷിക്കാം. ആവശ്യത്തിന് സേഫ്റ്റിയോടുകൂടി ആണെങ്കിൽ അതാണ് നല്ല, അതാണ് ഉത്സവം. അങ്ങനെ ആയിരിക്കണം ഉത്സവം. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. ഈ ഒരു മേഖല എന്ന് പറയുന്നത് ആ ഉത്സവത്തിൽ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന ദിവസം വലിയ രീതിയിലുള്ളൊരു ജനനിബിഡമായിരുന്നു. ഈ ഭാഗത്തായിരുന്നു ഈ വെടിക്കോപ്പുകളെല്ലാം സൂക്ഷിച്ചിരുന്ന പുരയുണ്ടായിരുന്നത്. ഒരു തീപ്പൊരി അവിടേക്ക് വീണതോടുകൂടെയാണ് വലിയ രീതിയിൽ, അതായത് ആളുകൾ ചിതറിയോടുന്നു. ഒപ്പം തന്നെ അവിടെ കാണികളായി എത്തിയ ആളുകളെല്ലാം തന്നെ അതിൽ അകപ്പെടുകയും അങ്ങനെയാണ് വലിയ ഒരു ദുരന്തമുണ്ടാവുകയും ചെയ്തത്. വലിയ കാര്യം, വിശാലമായ ഒരു ഗ്രൗണ്ടാണ് ഈ പുറ്റിങ്ങൽ ക്ഷേത്രത്തിന് ഉള്ളത്. അതിൻ്റെ പല ഭാഗങ്ങളും അവിടെ ആ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്ന് വീണൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു അപകടങ്ങളിലൊക്കെ വഴിവെക്കുകയും അതിൽ അത്രയും പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തത്. പുറ്റിങ്ങൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണോ? ഞാൻ ഈ വീട്ടിൻ്റെ 2 വീട്ടിനപ്പുറം എൻ്റെ മരുമോൻ്റെ വീട്. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ ഓണത്തെ കമ്മിറ്റി അങ്ങോട്ട് സണ്ണിരാജ് എന്ന് പറയും. അവരുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടി ഇരിക്കണം, ഞാനും മോളും കൊച്ചും ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മത്താപ്പിൻ്റെ ഇത് പൊട്ടി വരുന്ന കാണാനായിട്ട് മൊബൈലും ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് ഭയങ്കരമായ ഒരു സൗണ്ട്. എന്തെന്നറിയാൻ വയ്യ. അങ്ങനെ നിൽക്കുമ്പോൾ തീ ഇങ്ങനെ ബഹളവും, വണ്ടി അങ്ങ് ആകെ ബഹളം നടക്കുന്നു. എണീറ്റപ്പോൾ നമ്മൾ ആ ഇടവഴി ഈ ഒരു റോഡാണ്, ഇങ്ങോട്ട് വണ്ടി പോവില്ല. അവിടെ നിന്ന് ഇങ്ങനെ ആംബുലൻസൊക്കെ വരുന്നു. കമ്പൗണ്ട് ഈ ലൈൻ കമ്പി കൂടി തീ പടർന്നു വരുന്നു. പക്ഷേ മോനെ, ഈ ലൈൻ കമ്പിയിൽ തീ എങ്ങനെ അണഞ്ഞെന്ന് നമുക്കറിയത്തില്ല. എങ്കിൽ ഈ ഒരൊറ്റ വീട് കാണത്തില്ലായിരുന്നു. തീ ആളി കത്തിക്കൊണ്ട് വരുന്നു. ഇലക്ട്രിസിറ്റി തീ പിടിച്ച എന്തോ ചെയ്യും. ഇങ്ങനെ വന്ന തീയിൽ അവിടെ വന്ന് ഫയർഫോഴ്സ് അവിടെ എത്തി. അപ്പോഴേ അത് അണച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും കാണത്തില്ലായിരുന്നു. മരുമോൻ്റെ വീട്ടിൻ്റെ കല്ലും കിണറ്റിൻ്റെ കല്ലും അങ്ങനെ പോയി. ഇപ്പോൾ ചേട്ടാ, ഒരു ഞെട്ടല് തന്നെയാണല്ലേ ഇപ്പോൾ? ഞെട്ടലെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ഇനി എത്ര വർഷങ്ങളായെന്ന് പറഞ്ഞാലും ശരി തന്നെ ആ ഒരു വിഷയം മറക്കാനേ പറ്റത്തില്ല. അതിങ്ങനെ വർഷം കഴിയുന്തോറും ഇവിടുത്തെ പുറ്റിങ്ങൽ അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴത്തേക്ക് അതിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ഇനി ഒരു സമയത്ത് ഒരു കാലത്ത് ഒരു അമ്പലത്തിലും നടക്കല്ലേ എന്നുള്ള പ്രാർത്ഥന ഇപ്പോഴും. കാര്യം ആ സമയമായിരുന്നു ഇവിടെ ശവപ്പറമ്പ് തന്നെയായിരുന്നു ഇവിടെ കിടന്നത്. രക്തത്തിൽ കുളിച്ച് ആ ബോഡി ഏതാണോ അല്ലെങ്കിൽ ആ ബോഡിയുടെ തല ഏതാണോ എല്ലാം വേർപെട്ടു പോയി, കൈ കാലും എല്ലാം. അങ്ങനെ ഒരു എന്താ പറയുന്നില്ല, ഈ ഷവലിന് കോരി എടുക്കുമായിരുന്നു, കൈ കൊണ്ട് എടുക്കാൻ വയ്യാത്ത രീതിയിലായി പോയത്.
ആ ഒരു വിഷം ഒരു കാലത്തും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ചേട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു അതിൽ. എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന 3 പയ്യന്മാർ, പിന്നെ 4 പേര് ഒരുമിച്ച് ഒരു വീട്ടിൽ കൊച്ചുങ്ങൾ. അതൊക്കെ പോയി കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ശപിച്ചു പോയെന്നുള്ളതാണ് കണ്ട്. ഈ അന്ന് ഈ അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടതാണ് ഈ ചേട്ടൻ. ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കണ്ണിനുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടണ്ടായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. കാര്യം ജീവിക്കാൻ മറ്റു മാർഗ്ഗമില്ലല്ലോ. കാര്യം ഇന്നത്തെ കാലത്ത് മക്കളുമാർക്ക് അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളായി കഴിഞ്ഞാൽ അവർക്ക് പ്രാപ്തം ഉണ്ടാവും. അവർ നമ്മളെ നോക്കുമോ, അവർ ജീവിക്കുമോ. അപ്പോൾ അവർക്ക് കിട്ടുന്നതിൽ എന്തെങ്കിലും മരുന്നും പണ്ടിനും നമുക്ക് തരുന്നു. പിന്നെ സർക്കാർ തരുന്ന പെൻഷൻ കൊണ്ടാണ് നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി പോകുന്നത്. സംഭവത്തിന്റെ ഒരു ഞെട്ടൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഞെട്ടലില്ലാതിരിക്കുന്നില്ലല്ലോ. കാരണം നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ല. പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന സംഭവമാണല്ലോ. കാരണം നിന്ന നിപ്പിൽ ഇത് മൊത്തം കത്തിപ്പോവുക. ഒരു ചായ കുടിച്ചുകൊണ്ട് നിന്ന ആ കടയിൽ നിന്ന കംപ്ലീറ്റ് ആൾക്കാരും മരിക്കുകയാണ്. ആ നിന്നതിൽ ഞാൻ മാത്രമേ ഉള്ളൂ രക്ഷപ്പെട്ടത്. കാര്യം 2 അടി താഴ്ചയിൽ കുഴിയിലാണ് ഞാൻ പോയിരിക്കുന്നത്. എൻ്റെ ശരീരം മൊത്തം കുടലും പണ്ടവും തലയും ആയിട്ട് ഞാൻ കുത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് എൻ്റെ മകൻ വന്ന് എന്നെ കൊണ്ടുപോണത്. ആ എൻ്റെ 2 മക്കൾ വന്ന് ഗൾഫിൽ നിന്ന് ഉണ്ടായതിൻ്റെ ഇവർ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവർ രക്ഷാപ്രവർത്തനം ചെയ്ത് അങ്ങ് വരുമ്പോഴത്തേക്ക് അവിടെ ചത്ത് കിടക്കും. എന്താണ് അന്ന് സംഭവിച്ചതായിട്ട്? സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ദുരൂഹതയുണ്ട് സംഭവിച്ചതിൽ, യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 8,20,000 രൂപ കമ്പമാണ് പ്രഖ്യാപിച്ചത്. അതായത് കലാമണി മരിക്കുന്ന ദിവസമാണ് കമ്പത്തിന് അഡ്വാൻസ് കൊടുക്കുന്നതും ഇവിടെ കമ്മിറ്റി കൂടുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവരെന്തിനാണ് ഇവിടെ 24 ലക്ഷം രൂപയുടെ സാധനം കൊണ്ടുവന്നത്? അതൊരു ദുരൂഹതയാണ്. മനസ്സിലായില്ലേ? കാരണം അത് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഇവിടെ ദേവപ്രശ്നത്തിൽ പല പല കാര്യങ്ങളും തെളിഞ്ഞ്. കാര്യം ഇവിടെ കൊടി കയറിയതിൻ്റെ അന്ന് പണ്ടാരടുപ്പ് ചരിഞ്ഞ്, അപ്പോഴും ദേവപ്രശ്നം വെച്ചു. അപ്പോൾ പറഞ്ഞ് ഈ പ്രാവശ്യം അതിഗംഭീരമായ പരിപാടി നടത്താൻ പാടില്ല, ചോരപ്പുഴ ഉണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് നന്ദൻ ആനയാണെന്ന് ഇവിടെ തിടമ്പേറ്റ്. നന്ദൻ ആനയുടെ പുറത്ത് കയറിയ തിടമ്പ് താഴെ വീണു. അതിൻ്റെ തൊട്ട് പുറകിന് പോറ്റി ഒന്ന് താഴെ വീണു. അപ്പോഴും ദേവപ്രശ്നം നടത്തി. ആ വർഷം ഐശ്വര്യ വിളക്ക് തിരിച്ചു വന്നില്ല. ഇവിടെ മാത്രം മഴ, വേറെ എങ്ങും മഴയില്ല. ഇവിടെ സ്റ്റേജ് ഒടിഞ്ഞു വീണു, ഗാനം നടക്കും. അപ്പോഴെല്ലാം ദേവപ്രശ്നം വയ്ക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നത് ഇവിടെ പരിപാടികൾ നടത്താൻ പാടില്ല, കമ്പം നടത്താൻ പാടില്ല, ചോരപ്പുഴ ഒഴുകും. 110 പേർക്ക് ജീവൻ നഷ്ടമല്ലല്ലോ മരിച്ചത്. 110 അല്ല, 200 അല്ല, 300 അല്ല. കാരണം അതിന് ഞങ്ങളിപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ജഡ്ജിരുന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ മൊഴി കൊടുക്കാൻ പോയത്. 99 പേപ്പറുണ്ട് ഞാൻ കൊടുത്തേക്കുന്ന മൊഴി. അതിൽ പറഞ്ഞേക്കുന്നത് വെച്ചാൽ 1075 ആൾക്ക് മാംസപിണ്ഡങ്ങൾ കരുനാഗപ്പള്ളി മോർച്ചറി വെച്ചിട്ട് 9 മാസം കഴിഞ്ഞ ശേഷം 7 മാസം കഴിഞ്ഞ ശേഷമാണ് DNA ടെസ്റ്റ് നടത്തി ദഹിപ്പിച്ച്. അതിൻ്റെ ആളാര്? പിന്നെ അവിടെ ഇവിടെയൊക്കെ തെറിച്ചു പോയ ആ മാംസപിണ്ഡങ്ങളുടെ ആൾക്കാരെവിടെ? ഈ ബംഗാളികളായിരുന്നാലും മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാർ, ഇവിടെ കച്ചവടക്കാരുണ്ടായിരുന്നു ഒരുപാട് പേര്. ഇവരൊക്കെ ഇവർ വെറുതെ 110 പേര് എൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ കിടന്ന ആൾക്കാരിന്ന് മൊത്തം ഞങ്ങൾ 23 പേര് കിടന്നതിൽ എൻ്റെ 14 പേര് മരണപ്പെട്ടു കഴിഞ്ഞു. അത് ഇവിടെ കണക്കിൽ വന്നോ? ഇല്ല. അവരൊക്കെ ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും ഇപ്പോഴും ഇതിനൊന്നും ഒരു നിയന്ത്രണം ഇല്ലല്ലോ. ഇല്ല. അത് മാത്രമല്ല, ഇവിടുത്തെ ഈ സെക്രട്ടറിമാരായിരുന്നാലും ഭാരവാഹികളായിരുന്നാലും ആരും നമ്മൾക്ക് ഈ ദുരന്തത്തിൽപ്പെട്ടവരാണ്, അറിയാവുന്നവരാണ്. ഇപ്പം നമ്മളെ കണ്ടാവും അവർ മുഖം തിരിച്ചു പോവുകയാണ്. അവിടെയല്ല എന്താണ് എന്നൊരു വാക്കുപോലും ചോദിക്കത്തില്ല. ഇവിടുത്തെ സെക്രട്ടറി ആയിരുന്നാലും അന്നൊരു പ്രസിഡന്റ് മരിച്ചുപോയി, JP മരിച്ചുപോയി. കൃഷ്ണൻകുട്ടിയാണ് അന്ന് ഇരുന്നത്. കൃഷ്ണൻകുട്ടി ഇവിടെ സൂര്യ TV-യിൽ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പം അതില്ല. വൈകുന്നേരം 10 മണിക്ക് ശേഷം ഒരു ദുരന്തങ്ങളെ പറ്റിയുള്ള ഇത് പറയും. അതിനകത്ത് കൃഷ്ണൻകുട്ടി അന്നത്തെ സെക്രട്ടറി പറഞ്ഞതെന്ന് അറിയാമോ? ചോരപ്പുഴ ഒഴുകുമെന്ന് പറഞ്ഞത് ഞങ്ങൾ വിചാരിച്ച് ഇല്ല, ഇവിടെ ഗുരുതി നടക്കുമല്ലോ, ഗുരുതി നടക്കുമ്പം ഇപ്പോൾ കുമ്പളങ്ങയാണ് വെട്ടുന്നത്, മറ്റേ കോഴിയും ആടുമൊക്കെ ആയിരുന്നു. അതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്നാണ് ഈ സൂര്യ TV-യിൽ ഇദ്ദേഹം കൊടുത്തത്. എന്തായാലും പലതരത്തിൽ ഇത്തരത്തിൽ സംശയങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നിരവധി ആളുകൾക്കാണ് ഈ പറയുന്ന കണക്ക് കണക്കുകളിലൊക്കെ പല അവ്യക്തതകളൊക്കെ പറയുന്നുണ്ട്. അന്ന് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണോ ഈ അതുകൊണ്ട് രക്ഷപ്പെടണ്ടായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. എങ്ങനെയാ ഒരു ഞെട്ടിക്കുന്ന ഓർമ്മ? അതുകൊണ്ട് രക്ഷപ്പെടണ്ടായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. തന്നെയാണല്ലേ ഇപ്പോഴും തന്നെ നമ്മുടെ കയറിയിട്ട് 30 കൊല്ലമായി. ഇപ്പോഴും ജോലി ചെയ്യുന്നു, അമ്മയുടെ അടുത്ത് വരുന്നു.
ആളുകൾ ഇങ്ങനെ പല സംശയങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവിടുത്തെ ആളുകളെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷയ്ക്ക് മുൻകരുതൽ നൽകിക്കൊണ്ട് വേണം എന്ത് ഉത്സവങ്ങളായിക്കോട്ടെ, ആനകളെ എത്തിക്കുന്നതായിക്കോട്ടെ, എന്തും നടത്തുക. ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആദ്യം നൽകുക എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു പാഠമാണ് പുറ്റിങ്ങലിലെ അന്ന് അനുഭവസ്ഥരായിട്ടുള്ള അതിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. ഇനി പലതരത്തിൽ അന്ന് തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പല നിയന്ത്രണങ്ങൾ, വെടിക്കെട്ടൊക്കെ നിരോധിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം അന്നത്തെ അന്വേഷണ കമ്മീഷനൊക്കെ അറിയിച്ചെങ്കിൽ പോലും അതൊക്കെ എത്രത്തോളം പ്രായോഗികമായി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അടിക്കടിയായിട്ടുള്ള വെടിക്കെട്ട് ദുരന്തങ്ങൾ സംസ്ഥാനത്തിലാകെ വ്യാപകമായി നടക്കുകയും ചെയ്യുന്നത്. കൊല്ലം പുറ്റിങ്ങലിൽ നിന്നും ലിജോ റോളൻസ്, മീഡിയ 1.